നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള ജനതയെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവമായിരുന്നു ബാലരാമപുരത്തെ 2 വയസ്സുകാരിയായ ദേവേന്ദുവിന്റെ കൊലപാതകം. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നത് സ്വന്തം അമ്മാവനാണെന്ന് അറിഞ്ഞ ഞെട്ടലാണ് നാട്ടുകാർ ഇപ്പോഴും. നാട്ടുകാർ മാത്രമല്ല, ഇത് കേട്ട കേരളത്തിലുള്ള ഓരോ മലയാളികളും. ഈ ഒരു കേസ് പുറത്തു വരുമ്പോൾ ഇപ്പോഴും പല രീതിയിലുള്ള ദുരൂഹതകളും മാറിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അമ്മയായ ശ്രീധുവിനെ കുറിച്ചുള്ള ചില സംശയങ്ങളും ഇതിനോടകം തന്നെ നാട്ടുകാരും ബന്ധുക്കളും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കൊലപാതകം നടത്തിയത് താനാണെന്ന് ഹരികുമാർ സമ്മതിച്ചെങ്കിലും എന്തിനാണ് ചെയ്തതെന്ന കാര്യത്തെക്കുറിച്ച് പോലീസിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അതിനായുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഇതിനിടയിൽ ശ്രീധുവിന്റെ മൊഴിയിൽ ശംഖുമുഖം സ്വദേശിയും ജ്യോതിഷി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ദേവിദാസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും അന്വേഷണ സംഘത്തിന് പ്രത്യേകിച്ച് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. സ്വന്തം മകളെ കാണാതായപ്പോഴോ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയപ്പോഴോ ശ്രീധുവിന് യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദേവേന്ദുവിന്റെ മരണം തളർത്തിയിരിക്കുന്നത് സഹോദരിയായ പൂർണേന്ദുവിനെയാണ്. ദേവേന്ദുവിന്റെ ചേച്ചിയാണ് ഈ പറയുന്ന പൂർണേന്ദു. കുഞ്ഞനുജത്തി മരിച്ചതിന് ശേഷം പൂർണേന്ദു ഉറങ്ങിയിട്ടില്ല. 7 വയസ്സാണ് ഈ ഒരു മകൾക്ക് പ്രായം എന്നുള്ളത് നമ്മൾ ഓർക്കണം. കുട്ടിയുടെ മനസ്സ് നിറയെ അനുജത്തിയാണ്. എത്ര പറഞ്ഞാലും ഉറങ്ങാൻ കൂട്ടാക്കാറില്ല. പകൽ സമയത്ത് അയൽ വീട്ടിലുള്ള കുട്ടികൾ എത്തിയാൽ കുറച്ചു നേരം ചിരിച്ചു പെരുമാറും. അവർ പോയി കഴിഞ്ഞാൽ പൂർണേന്ദുവിന്റെ മുഖം സങ്കടം കൊണ്ട് നിറയും. ഇന്ന് അച്ഛനായ ശ്രീജിത്ത് എത്തിയാൽ വീട്ടിലേക്ക് പോകാനായി കാത്തിരിക്കുകയാണ് പൂർണേന്ദു. ഏതായാലും നമ്മൾ പറയാറുണ്ട്, നമുക്ക് കൊച്ചിലെ ഉണ്ടാകുന്ന ചില ട്രോമകളും അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളെല്ലാം തന്നെ പിന്നെ ജീവിതകാലം മുഴുവൻ അത് ആളുകളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത്തരത്തിലുള്ള സംഭവങ്ങൾ പിന്നീട് നമ്മുടെ കൺമുൻപിൽ കാണുമ്പോൾ നമുക്കത് താങ്ങാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് അത് താങ്ങാനായിട്ടുള്ള ശേഷി ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ. ഒരുപക്ഷെ ഈ ഒരു കുഞ്ഞും ഈ ഒരു ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആ കുഞ്ഞിന്റെ അനീതിയുടെ നഷ്ടപ്പെടൽ ഒരുപാട് സമയമെടുത്തായിരിക്കും ഇനി ആ കുഞ്ഞിനെ അത് മറക്കാനായിട്ട് സാധിക്കുക. ചിലപ്പോൾ മാസങ്ങളോളോ വർഷങ്ങളോളോ എടുക്കും ആ കുട്ടിയെ ഈ ഒരു ആഘാതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും കരകയറാൻ. നിലവിൽ കുടുംബ വീടിന് തൊട്ടടുത്തുള്ള ബന്ധുവീട്ടിൽ അമ്മൂമ്മ ശ്രീകലയുടെയും ബന്ധുക്കളുടെയും സംരക്ഷണയിലാണ് കുട്ടി. ഹരികുമാറിനെ കുറിച്ച് നാട്ടുകാർ പറയുന്നതും ചില രീതിയിൽ പോലീസിനെ കുഴപ്പിക്കുകയാണ്. ഈ ഒരു കേസിലേക്ക് ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി തോന്നുന്നില്ല എന്ന് നാട്ടുകാർ അടക്കം പറയുന്നുണ്ട്. ആൾക്കാരുമായി സംസാരം കുറവായിരുന്നു, പഠന വൈകല്യമുള്ളതായി വീട്ടുകാർ പറഞ്ഞറിയാം. ഹരികുമാറിന്റെ അമ്മയുടെ സങ്കടം കേട്ട് അയൽ വീട്ടിലൊരാൾ ഹരികുമാറിനെ അക്ഷരം പഠിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. മാനസിക പ്രശ്നങ്ങളുടെ പേരിൽ പലതും മറച്ചുവെക്കാനുള്ള ശ്രമമാണ് ഹരികുമാറും ശ്രീധുവും നടത്തിയത്. ഇവരുടെ അച്ഛൻ ഉദയകുമാർ 2 ആഴ്ച മുമ്പാണ് മരിച്ചത്. ഈ മരണത്തിലും ദുരൂഹതയുണ്ട്. ഉദയകുമാറിന് അർബുദമാണെന്ന് പറഞ്ഞ് ശ്രീധു പലരിൽ നിന്നും പണം വാങ്ങിയിരുന്നു. എന്നാൽ ഉദയകുമാറിന് കാര്യമായ ആരോഗ്യ പ്രശ്നമുള്ളതായി തോന്നിയിട്ടില്ല. ഉദയകുമാർ മരിക്കുന്നതിന് തലേ ദിവസം അദ്ദേഹത്തെ കണ്ടിരുന്നു. അസുഖബാധിതനായി മരിച്ചതായി തോന്നിയിട്ടില്ല. അതിനാൽ മരിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ആ ഒരു മരണത്തിലും നാട്ടുകാർ അടക്കം ദുരൂഹത ഉയർത്തുകയാണ്. ഏതായാലും ഇപ്പോഴും എന്തിനാണ് ഈ 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് സ്വന്തം അമ്മാവൻ തന്നെ കൊലപ്പെടുത്തിയതെന്നും സ്വന്തം അമ്മയ്ക്ക് ഇപ്പോഴും അതിലൊരു ദുഃഖം പോലും ഇല്ലാത്തത് എന്താണെന്നും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം അതുകൊണ്ട് എന്താണെന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഇനിയും പോലീസിന് വ്യക്തത വരാനുണ്ട്.